രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. വേദപുസ്തകത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് വിഷം കലർന്ന ഭക്ഷണം എന്നാണ്. വിഷമുള്ള ഭക്ഷണം, വലിയൊരു അപകടം മാറിപ്പോയത് എഴുതിയിരിക്കുവാണ്. എലീഷ വീണ്ടും ഗിൽഗാലിൽ എത്തി. എലീഷ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഇരട്ടി പങ്കിനെ ചോദിച്ചു വാങ്ങിയ ആളാണ്. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ആരാണ് പുരോഹിതർ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ലഭിച്ചവരാണ്. എലീഷ ഗിൽഗാലിലെത്തി. അവിടെ ക്ഷാമമായിരുന്നു. പ്രവാചകഗണം മുൻപിലിരിക്കെ അവൻ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചകഗണത്തിന് വലിയ പാത്രത്തിൽ അവിയൽ തയ്യാറാക്കുക. ഒരു ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. അവരിൽ ഒരാൾ വയലിൽ നിന്ന് സസ്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഒരു കാട്ടുമുന്തിരി കാണുകയും അതിൽ നിന്ന് മടി നിറയെ കായ്കൾ പറിച്ചെടുക്കുകയും ചെയ്തു. കാട്ടുമുന്തിരിയുടെ പറിച്ചെടുത്തു. അവ എന്താണെന്ന് മനസ്സിലാക്കാതെ നുറുക്കി പാത്രത്തിലിടുകയും ചെയ്തു. അവിയലെന്ന് പറയുമ്പോൾ പല ങ്ങളും അതിനകത്ത് അരിഞ്ഞിടും. അതിൻ്റെ കൂട്ടത്തിൽ ഈ വിഷക്കായും അരിഞ്ഞിട്ടു. അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞില്ല. നല്ലതാണെന്ന് കരുതി അതിനകത്തേക്ക് അരിഞ്ഞിട്ടു. അനന്തരം ഈ ഭക്ഷണമൊക്കെ വേവിച്ച് ഇത് നന്നായി ഇളക്കി ഇത് വിളമ്പി എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. അവിയൽ വിളമ്പി ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ അവർ നിലവിളിച്ചു, ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാത്രത്തിനകത്ത് മരണം, ഭക്ഷണത്തിനകത്ത് മരണം, വിഷം കലർന്നിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയില്ല. അവർ നിലവിളിച്ചു എന്ന ഒരു വലിയൊരു അപകടകരമായൊരു സാഹചര്യം. അവിടെ ഒരു അഭിഷിക്തൻ ചെയ്തത് എന്നാന്ന് കണ്ടോണം. 41-ാമത്തെ വാക്യം. എലീഷ പറഞ്ഞു. എലീഷ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കുള്ള എലീഷ പറഞ്ഞു, അയ്യോ, അങ്ങനെയാണോ സംഭവിച്ചത്? ഇതാരാ ഇങ്ങനെ ചെയ്തത്? ഒന്നാമതെ വിശന്നിരിക്കുമായിരുന്നു, ആ ഭക്ഷണവും പോയല്ലോ. ഇങ്ങനെയുള്ള സ്വാഭാവികമായ വെപ്രാളങ്ങളോ ടെൻഷനോ ഒന്നും കണ്ടില്ല. എലീഷ പറഞ്ഞു, കുറച്ച് മാവ് കൊണ്ടുവരിക, കുറച്ച് മാവ് കൊണ്ടുവാ, എന്നിട്ട് എൻ്റെ കയ്യിലോട്ട് തരാൻ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അവൻ മാവ് പാത്രത്തിലിട്ടതിന് ശേഷം ഇനി വിളമ്പി ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. അപകടം നീങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഒരു പിടി മാവിട്ടപ്പം അപകടം മാറിപ്പോയി. എന്തുകൊണ്ടാണ്?